ഇന്ത്യയുടെ ഒരു BSF ജവാൻ ഇപ്പോൾ പാകിസ്ഥാന്റെ പിടിയിലാണെന്നൊരു വാർത്ത കുറച്ച് സമയം മുമ്പ് എല്ലാവരും കേട്ട് കാണും. കോമഡി എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വന്നിട്ട് ഇന്ത്യ എന്താണ് ഒന്നും ചെയ്യാത്തത്? കേറി അടിക്കണ്ടേ? നമ്മുടെ നമ്മുടെ പട്ടാളത്തിനെ അതാ പിടിച്ചിരിക്കുന്നു അവർ. നമ്മൾ വെറും ഡയലോഗ് മാത്രമേ ഉള്ളോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കമന്റുകൾ കണ്ടു. എന്താണെന്നറിയോ ഇത്? ഈ പാകിസ്ഥാൻ എന്തിനാണ് ഇന്ത്യയുടെ ഒരു BSF ഉദ്യോഗസ്ഥനെ അല്ലെങ്കിൽ ഒരു ജവാനെ കസ്റ്റഡിയിലെടുത്തത്? കഴിഞ്ഞ ദിവസം പാകിസ്ഥാന്റെ സ്പോക്ക് പേഴ്സൺ പറഞ്ഞു, അതായത് നമ്മളിപ്പോൾ അഭിനന്ദൻ വർദ്ധമാന് ചായ കൊടുത്ത് വിട്ടതുപോലെ ആയിരിക്കില്ല ഇനി പാകിസ്ഥാനോട് കളിക്കാൻ വന്നാൽ ഞങ്ങൾ അതുപോലെ എളുപ്പത്തിൽ കാര്യങ്ങളൊന്നും അങ്ങനെ വിട്ടുതരില്ല എന്നൊരു ഡയലോഗ് പറഞ്ഞു. ശരിക്കും എന്താണ് അഭിനന്ദൻ വർദ്ധമാന്റെ കേസിൽ സംഭവിച്ചത്? ഇന്ത്യ യുദ്ധത്തിന് റെഡി ആയതാണ്. അത് ഇടയ്ക്ക് ട്രംപ് തന്നെ പറയുന്നുണ്ട്, ഇന്ത്യ റെഡി ആയതാണ്. ഡൊണാൾഡ് ട്രംപ് മോദിയെ വിളിച്ച് സംസാരിച്ചു. മോദി പറഞ്ഞു 100 കൊല്ലം അവരനുഭവിക്കുന്ന പണി കൊടുത്തിട്ടേ ഞാൻ വിടൂ എന്ന് പറഞ്ഞു. അങ്ങനെ അമേരിക്ക പറഞ്ഞു പൊന്നു മോനെ വിട്ടുകൊടുത്തേക്ക്, ഇന്ത്യ രണ്ടും കൽപ്പിച്ചാണ്. അങ്ങനെ യുദ്ധം ഒഴിവാക്കാനാണ് ഇവർ അഭിനന്ദൻ വർദ്ധമാനെ വിട്ടു തന്നത്. വിലപേശാനായിട്ട്, യുദ്ധം ഒഴിവാക്കാൻ ഇന്ത്യയുമായിട്ട് വിലപേശാനാണ് അഭിനന്ദൻ വർദ്ധമാനെ അവർ കയ്യിൽ നിർത്തിയത്. സമാനമായ രീതിയിൽ ഇപ്പോൾ ഇന്ത്യ യുദ്ധത്തിലേക്ക് പോകുമെന്ന് അവർ ഭയപ്പെടുന്നു, ഇന്ത്യ ആക്രമിക്കുമെന്ന് അവർ ഭയപ്പെടുന്നു. അപ്പോൾ അതിന് ഇന്ത്യയുമായിട്ട് വിലപേശാൻ വേണ്ടിയിട്ട് എവിടെ നിന്നെങ്കിലും ഒരു പട്ടാളക്കാരനെ പിടിക്കണം. ജമ്മു കാശ്മീരിലെ സൈനികരെ ഒന്നും പോയി തൊടാൻ പറ്റില്ല, കാരണം അവർ ഫുൾ അലേർട്ടായി നിൽക്കുകയാണ്. അതേ സമയത്ത് പഞ്ചാബിൽ നിന്നാണ് ഇദ്ദേഹത്തെ പിടിച്ചിരിക്കുന്നത്. ഇദ്ദേഹം ഒരു BSF ജവാനാണ്. പഞ്ചാബിലെ ഇത് സ്വാഭാവികമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും അതിർത്തി കടന്ന് മാറിപ്പോവും. ഉടനെ തന്നെ ഒരു ഫ്ലാഗ് മീറ്റിംഗ് വിളിച്ച് അതപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറും. പാകിസ്ഥാനുകൾ ഇങ്ങോട്ടും വരും, ഇവിടുന്ന് അങ്ങോട്ടും പോകും. കാരണം അതിർത്തി എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് നിർണ്ണയിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിപ്പോവാം. അപ്പോൾ ഇവിടെ ഇദ്ദേഹം ഇപ്പോൾ അതിർത്തി കടന്ന് കർഷകരെ കൂടെ ഇരിക്കുകയായിരുന്നു, വിശ്രമിക്കുകയായിരുന്നു. അപ്പോഴും വന്നിട്ട് പാകിസ്ഥാൻ റേഞ്ചേഴ്സ് പിടിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇത് പാകിസ്ഥാൻ വാർത്താ മാധ്യമങ്ങളിൽ വന്നതാണ്. ഇനി ഒത്തു കിട്ടിയപ്പോൾ റാഞ്ചി കൊണ്ട് പോയതാണോ എന്ന് അറിഞ്ഞൂടാ വിലപേശാൻ വേണ്ടി. ഇതെല്ലാം ചെയ്യുന്നതിന് ഒറ്റ കാര്യമേ ഉള്ളൂ, ഇവർക്ക് ഇന്ത്യയുമായിട്ട് വിലപേശണം. വേറെ ഒരു വഴിയുമില്ല അവർക്ക്. അവർ പേടിക്കുകയാണ്. നോക്കൂ, ഭയം കൊണ്ടാണ് അവരിത് ചെയ്യുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പോൾ ഇസ്രായേൽ ഹമാസ് യുദ്ധം നമ്മൾ കണ്ടില്ലേ? അതേ രീതിയിൽ ഇസ്രായേൽ ഒന്നും നോക്കാതെ ഒരു യുദ്ധം നടത്തി. എന്ന് വെച്ചാൽ കുട്ടികളോ സ്ത്രീകളോ മുതിർന്നവരോ വൃദ്ധരോ ആര് മരിച്ചു പോയാലും ഒരു കുഴപ്പമില്ല എന്നും പറഞ്ഞിട്ട് ഒരു ആക്രമണം ഇസ്രായേൽ ഹമാസിന് മേലെ നടത്തിയല്ലോ പലസ്തീനിൽ. ആ രീതിയിൽ യുദ്ധനീതിയും ന്യായവും മര്യാദയും ഇല്ലാതെ, അന്താരാഷ്ട്ര നിയമങ്ങളൊന്നും പാലിക്കാതെ ഇന്ത്യ പാകിസ്ഥാനോട് യുദ്ധം ചെയ്യണമെന്ന് വിചാരിച്ചാൽ 24 മണിക്കൂർ വേണ്ട. ഇവിടെ ആരൊക്കെയോ കമന്റ് ഇട്ട് ഞാൻ കണ്ടു, എന്തിനാണ് ബ്രഹ്മോസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, എന്തിനാണ് അത് ഇത് അഗ്നി മറ്റത് മറിച്ചതൊക്കെ ഉണ്ടാക്കി വെക്കുന്നതെന്ന്. നോക്കൂ, നമുക്കിതെടുത്ത് അടിക്കാൻ എത്ര സമയം വേണമെന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ കയ്യിൽ ആയുധങ്ങളുണ്ട്. പാകിസ്ഥാന്റെ ഒരൊറ്റ ബാലിസ്റ്റിക് മിസൈൽ ഇന്ത്യയുടെ അതിർത്തിയിലോട്ട് വരില്ല. അടിച്ച് താഴെ ഇടാൻ പറ്റിയ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുണ്ട്. അത് S-400 മാത്രമല്ല, നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, ബാലിസ്റ്റിക് മിസൈലുകളെ തകർക്കാൻ പറ്റുന്നത്. പാകിസ്ഥാന്റെ കയ്യിൽ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലൊന്നുമില്ല. അന്തർവാഹിനികളാണെങ്കിലും ഇന്ത്യയുടെ കയ്യിലുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അന്തർവാഹിനികളൊന്നും പാകിസ്ഥാന്റെ കയ്യിലില്ല. ഇനി വിമാനവാഹിനി കപ്പലാണെങ്കിൽ ഒരെണ്ണം പോലും ഇല്ല. ഇനി ഇന്ത്യയുടെ കയ്യിലുള്ള ഡിസ്ട്രോയറുകളോ ഫ്രിഗേറ്റുകളോ പോലെ സ്റ്റെൽത്ത് ക്യാപ്പബിലിറ്റി ഉള്ളതൊന്നും അവരുടെ കയ്യിലില്ല. ചൈനയുടെ അടുത്തുനിന്ന് വാങ്ങിച്ച 1-2 ഉള്ളൂ. ബാക്കിയൊക്കെ പഴഞ്ചൻ സാധനങ്ങളാണ് ഇരിക്കുന്നത്. ആകെ പറയാവുന്ന കൊള്ളാവുന്ന ഒന്ന് F-16 ആണ്. ഈ F-16 ആണെങ്കിലോ ഇന്ത്യയുടെ എതിരെ ഉപയോഗിക്കാനും പറ്റില്ല. അതിന് പകരം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച അഡ്വാൻസ്ഡ് എന്ന് പറയാവുന്ന എയർക്രാഫ്റ്റുകളിൽ ഒന്ന് തന്നെയാണ് ഈ റഫേൽ യുദ്ധവിമാനങ്ങൾ. ഇന്ത്യയുടെ Su-30 MKI എന്ന് പറയുന്നത് റഷ്യൻ നിർമ്മിത എയർക്രാഫ്റ്റ് ആണെങ്കിലും അത് കംപ്ലീറ്റ് ആയിട്ട് ഇന്ത്യ പൊളിച്ചു പണിത് ഇന്ത്യയുടേതായ രീതിയിൽ മാറ്റിയിട്ടുള്ള ഒരു എയർക്രാഫ്റ്റ് ആണ്. എന്ന് വെച്ചാൽ അതിൽ ഇന്ത്യൻ ആയുധങ്ങളും ഇന്ത്യൻ സാങ്കേതിക വിദ്യയും ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ. അപ്പൊ ഇതൊന്നും വെച്ച് പിടിച്ചു നിൽക്കാനൊന്നും പാകിസ്ഥാനെ പോലെ ഒരു രാജ്യത്തിനൊന്നും ഇന്ത്യയോട് പറ്റില്ല. പക്ഷെ ഇന്ത്യ എന്തുകൊണ്ട് അടിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ കൃത്യമായ ഒരു കാരണം വേണം. ഒരു രാജ്യത്തിനോട് യുദ്ധം ചെയ്യണമെങ്കിൽ ലോക രാജ്യങ്ങളെ ബോധ്യപ്പെടുത്തണം, ഇന്ത്യയുടെ സുഹൃത്ത് രാജ്യങ്ങളെ ബോധ്യപ്പെടുത്തണം ഇന്ത്യയുടെ ഭാഗത്ത് ന്യായമുണ്ടെന്ന്. അപ്പോൾ ഇന്ത്യ അങ്ങനെ വെറുതെ കയറി അടിക്കുന്ന യുദ്ധം ചെയ്യുന്ന ഒരു രാജ്യമല്ല. കഴിഞ്ഞ ഈ റഷ്യ യുക്രൈൻ യുദ്ധം നടക്കുമ്പോൾ മോദി പറഞ്ഞു ഇന്ത്യ സമാധാനമാണ് ആഗ്രഹിക്കുന്നത്, ഇത് യുദ്ധത്തിന്റെ സമയമല്ല എന്ന്. അങ്ങനെ ലോകത്ത് പറഞ്ഞ് സമാധാനത്തിന് വേണ്ടിയിട്ട് ശബ്ദമുയർത്തുന്ന ഒരു രാജ്യത്തിന് ചെറിയ കാരണങ്ങളുടെ പേരിൽ ഒരിക്കലും ഒരു യുദ്ധം ചെയ്യാൻ പറ്റില്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ലോകത്തിന് ബോധ്യമാകണം യുദ്ധമല്ലാതെ ഇന്ത്യയുടെ മുമ്പിൽ ഒരു വഴിയും ഇല്ലായിരുന്നുവെന്ന്. അല്ലെങ്കിൽ അവരിങ്ങോട്ട് വരണം നമ്മളെ അടിക്കാൻ, നമ്മളെ ആക്രമിക്കാൻ അവർ വരണം. അവർക്ക് അതിനുള്ള ധൈര്യമില്ല. ഇന്ത്യയുടെ അന്താരാഷ്ട്ര നിലപാട് എന്താണെന്നും ഇന്ത്യ വളരെ നിയമങ്ങൾ പാലിക്കുന്ന ലോകത്തെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു രാജ്യമാണെന്നും പാകിസ്ഥാൻ അറിയാം. അതുകൊണ്ടാണ് അവരിങ്ങനെയുള്ള ഉഡായിപ്പ് പരിപാടികൾ എടുക്കുന്നത്. അതായത് അവർക്ക് അവരുടെ ആളുകളെ പറഞ്ഞു പറ്റിക്കണം. അതാ കണ്ടില്ലേ, ഒരു ഇന്ത്യൻ സൈനികനെ ഞങ്ങൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു എന്ന് വെച്ചാൽ ഇവർക്ക് അതേ പറ്റൂ. ഇന്ത്യയുമായിട്ട് ഫൈറ്റ് ചെയ്യാനുള്ള ധൈര്യമില്ല. ഇന്ത്യയുമായിട്ട് ബാർഗൻ ചെയ്യാനാണ്. നിങ്ങളൊന്ന് ആലോചിക്കൂ, ഇല്ലെങ്കിൽ യുദ്ധത്തിന് മുമ്പ് ആരെങ്കിലും ഇങ്ങനെ കസ്റ്റഡിയിൽ ഒരു സൈനികനെ എടുത്തു വെച്ചിട്ട് ബാർഗൻ ചെയ്യോ? എപ്പോഴാണ് അങ്ങനെ ഒരു ബാർഗനിങ് വേണ്ടി വരുന്നത്?
സ്വാഭാവികമായിട്ടും ദുർബലരാകുമ്പോൾ എൻ്റെ കയ്യിൽ വേറൊന്നും ഇല്ല. അപ്പം ഞാൻ എന്ത് ചെയ്യും? ഈ ഭീകരവാദികൾ ചെയ്യുന്ന കണ്ടിട്ടില്ലേ? ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് അവർ കയറി കൂടുന്നു, എന്നിട്ട് അവിടെ കുറച്ച് മനുഷ്യരെ പിടിച്ച് തോക്കിന്റെ മുമ്പിൽ നിർത്തും. എന്നിട്ട് പോലീസുകാരോടും പട്ടാളക്കാരോടും പറയും, നിങ്ങൾ കയറി വന്നാൽ ഞാൻ ഇപ്പോൾ ഇയാളെ വെടിവെച്ച് കൊല്ലും. ഇതെന്തിനാണ്? ഭീകരവാദിക്ക് അറിയാം അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പട്ടാളവും പോലീസും കയറി അടിച്ച് അവന്റെ കഥ കഴിക്കുമെന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ഒരു കവചമായിട്ട് ഒരു മനുഷ്യനെ കവചമായി നിർത്തിയിട്ട് അവൻ വിലപേശുകയാണ്. കാരണം അവന്റെ കയ്യിൽ വേറെ ഒരു കുന്തവും ഇല്ല. ഇവിടെ പാകിസ്ഥാനും ചെയ്യുന്ന അതാണ്. ഇന്ത്യയുമായിട്ട് വിലപേശാൻ മറ്റൊരു അഭിനന്ദൻ വർദ്ധമാൻ അവർക്ക് വേണം. അതിനാണ് അവരിപ്പോൾ തപ്പിപ്പിടിച്ചൊരു BSF ജവാനെ കയ്യിലെടുത്തിരിക്കുന്നത്. ഇതോടുകൂടി ഒരു കാര്യം വ്യക്തമായി, പാകിസ്ഥാന്റെ കയ്യിൽ ഒരു പൊക്കയുമില്ല. സത്യസന്ധമായിട്ട് പറയണം, ഒരു കുന്തവുമില്ല. അവർക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അവർ ഈ പണിക്ക് നിൽക്കില്ല. ജസ്റ്റ് കോമൺ സെൻസ് കൊണ്ട് ചിന്തിച്ചാൽ മതി. അവർക്ക് കോൺഫിഡൻസ് ഇല്ല, ഇന്ത്യയുമായിട്ട് യുദ്ധം ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇന്ത്യയുമായിട്ട് വിലപേശാനാണ് അവരിത് ചെയ്യുന്നത്. ഇനി മറ്റൊരു കാര്യം, ഇന്ത്യ ഈ സിന്ധു നദീതട കരാറ് ഇന്ത്യ റദ്ദാക്കി എന്ന് പറഞ്ഞില്ലേ, ഇത് പാകിസ്ഥാൻ ഒരു വലിയ യുദ്ധത്തിനേക്കാൾ വലിയ പ്രഹരമാണ്. ഇത്രയും കാലം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം ഉണ്ടായിട്ട് പോലും ചെയ്യാത്തൊരു കാര്യമാണ് ഇന്ത്യ ഇപ്പൊ ചെയ്തിരിക്കുന്നത്. അപ്പൊ എങ്ങനെയെങ്കിലും ഒക്കെ വിലപേശാനുള്ള ഒരു മാർഗമാണിത്. ഇന്ത്യ ഇതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളത് നമുക്ക് ഇനി ഉടനെ കാണാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.